ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട് കേസുകാരെ പരാതി പരിശോധിക്കുന്ന പറഞ്ഞു തെരഞ്ഞെടുപ്പ് തുടക്കത്തിലുണ്ട് കല്ലുകടിയിലേക്ക് ആയിക്കോട്ടെ ഓട്ടക്കാരുണ്ടായിരുന്നു. KSUമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചു. അവർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഗവൺമെൻറ്റിന് മുന്നിൽ അവർ ചില നിർദ്ദേശങ്ങൾ വെച്ചു. അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായ ചില കാര്യങ്ങളാണ് അവരൊരു പ്രതികരണം അറിയിച്ചു. ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സ്വഭാവം സംഘടനാപരമായിട്ട് ഞങ്ങളൊക്കെ രംഗത്ത് പ്രവർത്തിച്ചു വന്നതാണ്. ഗവൺമെൻറ്റുകൾ UDFൻ്റെ ഗവൺമെൻറ്റും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ആണെങ്കിൽ പോലും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ അഭിപ്രായ വ്യത്യാസം ശരിയാണോ തെറ്റാണോ രണ്ടാമത്തെ കാര്യം. ആ അഭിപ്രായ വ്യത്യാസം തോന്നിക്കഴിഞ്ഞാൽ അക്കാലഘട്ടങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് വളരെ വ്യക്തമായ രീതിയിൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ശ്രീ G. കാർത്തികേയൻ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഗവൺമെൻറ് UDF ഗവൺമെൻറ് ആണെങ്കിൽ യൂത്ത് കോൺഗ്രസും KSU ഒക്കെ അഭിപ്രായം പറയും. ആ അഭിപ്രായം ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളും, തള്ളേണ്ടത് തള്ളും. അതിനപ്പുറത്തുള്ള വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമില്ല. സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ സംഘടനകൾക്കൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ DYFI ആയാലും SFI ആയാലും എന്തെങ്കിലും അഭിപ്രായം പറയാറുണ്ടോ? എന്ന് അധികാരമേൽക്കുന്നോ അന്നത്തോടുകൂടി അവർ ഭരണവിലാസം പാർട്ടിയായി അവർ മാറും. അതുപോലെയല്ല യൂത്ത് കോൺഗ്രസും KSU. അവരുടേതായ അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിക്കും. അതിനകത്ത് കാലവും സമയവും ഒന്നും അവർ നോക്കാറില്ല, സ്വാഭാവികമാണ്. പക്ഷേ ഗവൺമെൻറ് അതിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അതിനകത്ത് പാലിക്കേണ്ട ചില പരിധികളുണ്ട്. ആ പരിധികൾക്കകത്ത് നിന്നൊരു അഭിപ്രായം പറയുന്നതിൽ വിരോധമില്ല. ഈ അഭിപ്രായം പറഞ്ഞത് ഒരു സഹിഷ്ണുതയോടെ കേൾക്കാനും അതിനനുസരിച്ചുള്ള ചോദ്യത്തിൽ KSU അല്ലേ അവർക്ക് എന്താ കാര്യങ്ങൾ പറയുന്നത് ഒരു ഹിതമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളതിനെ വേറെ വ്യാഖ്യാനങ്ങൾ കാണേണ്ടില്ല. KSUവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും പാർട്ടിയും ഗവൺമെൻറ്റും, പാർട്ടി എന്ന് പറയുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് രണ്ടല്ല. പാർട്ടിയുടെ നയങ്ങൾ നടപ്പാക്കുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. പാർട്ടിയാണ്, മുന്നണിയാണ് തെരഞ്ഞെടുപ്പ് മത്സരിച്ച് മാനിഫെസ്റ്റോ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത്. അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടി ആയാലും ഗവൺമെൻറ് ആയാലും KSUവിന് ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങളിൽ അത് കേൾക്കാനൊരു പ്രയാസം ഉണ്ടാവില്ല. അത് കേൾക്കും, പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കും. അലോഷ്യക്ക് മുഖം പോലും കൊടുക്കാതെയാണ് ഇന്നലെ CM അവിടെ നിന്ന് മടങ്ങിയത്. അത് വലിയ മനോവിഷമം ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ മുഖ്യമന്ത്രി കാണേണ്ട സമയത്ത് KSU പ്രസിഡൻ്റായാലും കോൺഗ്രസ് പ്രസിഡൻ്റായാലും പാർട്ടി നേതാക്കളായാലും ഒക്കെ കാണേണ്ട സമയത്ത് അദ്ദേഹം സംസാരിക്കും. അതിലൊന്നും യാതൊരു തർക്കമില്ല. അതിലൊന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ട. അതൊക്കെ അങ്ങനെ അങ്ങ് പോവും. അതിനകത്ത് KSUവിൻ്റെ ആശങ്ക KSUക്കാർ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല. KSU പ്രസിഡൻറ്റിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ പ്രയാസങ്ങൾ അത് അവതരിപ്പിക്കാനുള്ള അവസരം KSU നേതാക്കൾക്ക് ലഭിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒന്ന് കാണുന്നത് സംസാരിച്ച് വിരിയേണ്ട കാര്യമുള്ളൂ. അതൊക്കെ അത്രയേ ഉള്ളൂ. അമിതമായ അത് നടക്കും. നടക്കേണ്ട സമയത്ത് ഉചിതമായ സമയത്ത് അത് നടക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും അതിനകത്ത് നമ്മളൊക്കെ പലപ്പോഴും ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം തിരക്കുമായി പോകുന്നതാണ്. അപ്പോൾ അതിനെ നിങ്ങൾ പല രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. KSUവിൻ്റെ പ്രശ്നങ്ങൾ പാർട്ടികൾക്കും ഗവൺമെൻറ്റുകൾക്കും പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ പരിഹരിക്കും. തൃശ്ശൂരെ KSUവിന്റെ ജില്ലാ അധ്യക്ഷൻ ഇന്ന് വീണ്ടും ചോദിച്ചിരിക്കുന്ന പ്രശ്നം ഇത്രയുള്ളൂ. അതായത് SFIക്കാരെയും ഒപ്പം തന്നെ ABVP-ക്കാരെയും ഒക്കെ ഉൾപ്പെടുത്തിയത് ഒഴിവാക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ മതി. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് KSUവിന് അഭിപ്രായങ്ങൾ പറയാം. KSUവിന് അഭിപ്രായങ്ങൾ പറയുന്നത് അതിൻ്റെ പരിധി വിട്ട് പറയരുത് എന്ന് മാത്രമേ ഉള്ളൂ. ചില സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നു സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. KSUവിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഞങ്ങളാരും എതിർക്കുന്നില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട വേദികളിൽ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. കേരളത്തിലെ കോൺഗ്രസ്സുകാർ, അദ്ദേഹം കേരളത്തിലെ നിന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളാണ്. ACCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അപ്പം നാളെ ഞാൻ അഭിപ്രായം പറഞ്ഞാലും രാജറ്റ് അഭിപ്രായം പറഞ്ഞാലും ജോസ് പറഞ്ഞാലും അല്ലെങ്കിൽ രാജൻ പല്ലവൻ എല്ലാവരും കോൺഗ്രസ് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എല്ലാവരും KC വേണുഗോപാലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അത് KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, മുഖ്യമന്ത്രി ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ നിങ്ങളങ്ങനെ ഏതെങ്കിലും കമ്പാർട്ട്മെൻറ്റ് തിരിച്ചതിനെ കാണേണ്ട കാര്യമില്ല.
പിന്നെ മാധ്യമങ്ങളാണ് പറയുന്നത്, വേറെ ആരെങ്കിലും പറഞ്ഞോ? പിന്നെ നിരവധി പോസ്റ്റുകളുണ്ട് KSUവിന്റെ ഏത് ഒരു ഇതില്ല, അത് അത്തരത്തിലുള്ള മാധ്യമങ്ങൾ പറയുന്നതിനപ്പുറത്ത് ആ രീതിയിലേക്കൊന്നും അത് പോയിട്ടേ ഇല്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്, UDFൻ്റെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. അതിനകത്ത് മറ്റ് യാതൊരു രീതിയിൽ നിങ്ങൾ കാണുന്നത് പോലെയുള്ള തർക്കങ്ങളോ കലാപങ്ങളോ ഒന്നുമില്ല. 2 മാസക്കാലം കൊണ്ട് ഒട്ടനവധി പരിപാടികൾ, ജനകീയ പരിപാടികൾ നടത്തിയ ഒരു ഗവൺമെൻറ്റാണ്, വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്ന കാര്യത്തിൽ എല്ലാവരുമുണ്ട്. ആ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന നേതാവ് ശ്രീ KC വേണുഗോപാലുമാണ്. ഓക്കെ.